ഈ കാണാതായ അപ്പൊ തന്നെ പോലീസിനെ വിവരം അറിയിച്ചു. അരമണിക്കൂർ എടുത്ത് കാണും. അന്ന് 6 മണിയാണ്. അവിടെ നിന്ന് 10-20 മിനിറ്റ് ഞങ്ങൾക്ക് താഴത്തേക്ക് പോകണമായിരുന്നു. കുറേ പേര് ഇവിടെ തരുന്നു. 2 പേര് അവിടെ നിന്ന് ഒരു വണ്ടി എടുത്ത് നേരെ അവിടുത്തെ ഔട്ട് പോസ്റ്റിൽ നിന്ന് വിവരം അറിയിച്ചു. അവർ വന്ന് മാസമെല്ലാം കഴിഞ്ഞതാണ്. ഇതിപ്പോ നിങ്ങളെ കൂടെ തിരിച്ചിറങ്ങുമ്പോഴാണോ കുട്ടിയെ കാണാതാവുന്നത്? തിരിച്ചിറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഇറങ്ങിയല്ല, അവിടെ ശരിക്കും കയറുമായിരുന്നു. കാരണം താഴെയാണ് വ്യൂ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പാർക്കിംഗ് റോഡിലേക്ക് കയറുന്നതിന് ആ സമയത്താണ് എന്തായാലും ശ്രീനന്ദയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്, പ്രാഥമികമായിട്ടുള്ളത്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ദുരൂഹതകളൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയത്തില്ല എന്താണ് സത്യത്തിൽ സംഭവിച്ചതെന്നുള്ളത്. ഒരുപാട് സാധ്യതകളുണ്ട്. ചിലപ്പോൾ ആ കുട്ടി ഇതുപോലെ പെട്ടെന്ന് കാൽ വഴുതി അങ്ങനെ വീണതായിരിക്കും. പക്ഷേ അവിടെ കൂടെ നിന്നവർ പറയുന്നത് ആരുടെയും ഒരു സാധാരണ വീഴുമ്പോൾ പെട്ടെന്ന് ഒരു നിലവിളിയോ എന്തെങ്കിലും സൗണ്ടോ ഒക്കെ ഉണ്ടാവുമല്ലോ, അത്തരം സൗണ്ടുകളൊന്നും അവരാരും കേട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഒന്നുകിൽ അവരുടെ അശ്രദ്ധക്കുറവ്, ഇത്രയും പേരുണ്ടായിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ഒരു കുട്ടി വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ്, അല്ലാതെ ഒരുപാട് ഗ്യാപ്പ് അവർ തമ്മിൽ വന്നിട്ടില്ല. ഫോട്ടോയൊക്കെ എടുത്ത് പോയൊരു വളരെ കുറഞ്ഞ സമയത്തിനുള്ളിലാണ് ഈ കാണാതായിരിക്കുന്നത്. അങ്ങനെ കാണാതാവണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആ കൂടെ ഉള്ളവരുടെ അശ്രദ്ധ, അതാണ് മെയിനായിട്ട്. പിന്നെ അറിയത്തില്ല, നമുക്കറിയത്തില്ല. എന്നാലും വല്ലാത്ത കഷ്ടമായിപ്പോയി. ആ കുട്ടി അതെല്ലാം പ്രതീക്ഷകളായിരുന്നായിരിക്കും. ഇനി സ്കൂൾ തുറന്നിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിന് മുന്നേ ഉള്ള വെക്കേഷന് എൻജോയ് ചെയ്യാൻ വന്നതായിരിക്കും. ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇതാണ്, കുറച്ച് എന്താ പറയുന്നത്, കുറച്ചുകൂടി ഒരു എടുത്തിയായിട്ടാണ്. എന്തെങ്കിലും കാണുമ്പോഴത്തേക്ക് അവിടെ പോകരുതെന്നുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ പോയി എന്താണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രതയൊക്കെ കാണും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടത്തിലായിരുന്നായിരിക്കും ഈ കുട്ടി. അപ്പോൾ പോവരുതെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പിന്നെയും പോവാൻ തോന്നിക്കാണും. കാരണം അവരുടെ ഒരു ബന്ധു തന്നെ പറയുന്നുണ്ട്, ഓൾറെഡി കുട്ടി അവിടേക്ക് ഒരു തവണ പോയപ്പം വിലക്കിയായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു തവണ പോയ കുട്ടി വീണ്ടും അവിടെ പോകണം എന്നുണ്ടെങ്കിൽ അവർ എത്രത്തോളം ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളത് നോക്കണം. അവർ ഒരു തവണ പോയപ്പോൾ തന്നെ അവർ നല്ല രീതിയിലൊന്ന് ശ്രദ്ധിക്കണമായിരുന്നു ആ കുട്ടിയെ. അവരുടെ അശ്രദ്ധയാണ് ഏറ്റവും കൂടുതൽ. കാരണം നമ്മളൊരു ടൂറൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ട്, 40 പേരടങ്ങുന്ന സംഘം എന്ന് പറയുമ്പോൾ ആരുടെയും ശ്രദ്ധ അതിലേക്ക് വിട്ടില്ലെന്നുള്ളതാണ്. എന്നിട്ടങ്ങനെ ടെന്റിലിരിക്കുന്ന ഒരു സീനുണ്ട്. ആ സമയത്ത് ചേട്ടനൊക്കെ താഴെയായിരുന്നു അല്ലേ? ഞാൻ അതായത് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി പോകുമ്പോൾ കുട്ടികൾ ആ വ്യൂ പോയിന്റിലുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി വെള്ളച്ചാട്ടം കഴിഞ്ഞ് തിരിച്ച് കയറി വരുമ്പോഴും ആ കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇവിടെ ജസ്റ്റ് മുകളിൽ കയറി മിനിറ്റുകൾ മാത്രം ചുരുങ്ങി ഒരു 5 മിനിറ്റ് ഉണ്ടാവില്ല. ചേട്ടന്റെ ഭാര്യയൊക്കെ അപ്പം മോളുടെ കൂടെ ഉണ്ടല്ലേ? മോളുടെ കൂടെ ഉണ്ട്, ആ ഫോട്ടോയിലുണ്ട്. ഭാര്യയൊക്കെ പറഞ്ഞത് എന്താണ്? ഞങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമല്ലോ അത്. എന്താ വെച്ചാല് ഈ കുട്ടിയെ അവരങ്ങനെ ഒറ്റയ്ക്ക് നടക്കാറ്. പോലീസിൻ്റെയൊക്കെ കൃത്യമായ ഇടപെടലുകൾ മൂലം കേസൊക്കെ കറക്റ്റിന് തെളിയട്ടെ എന്ന് തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് ശ്രീനന്ദയുടെ ഈ ഒരു കേസ് കേട്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ദേവനന്ദ എന്ന് പറഞ്ഞൊരു കുട്ടി, കുറേ നാൾ മുമ്പ് മരിച്ച ഒരു കുട്ടി. എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. പെട്ടെന്ന് എനിക്ക് ഈ കുട്ടിയുടെ പേര് കേട്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് അതാ ഓർമ്മ വന്നത്. അന്ന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഇതുപോലെ ബോഡി കിട്ടിയത്. അപ്പോൾ അന്ന് നമ്മളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു ആ കൊച്ചിനൊന്നും സംഭവിക്കരുതെന്ന്. പക്ഷേ അന്ന് അവർ തിരഞ്ഞ ഭാഗത്തെങ്ങും ആദ്യം നോക്കി അവിടെയെങ്ങും കാണാത്ത ഭാഗത്തായിട്ടാണ് പിന്നീട് ആ കുഞ്ഞിൻ്റെ ബോഡി കിടന്നത്. അപ്പൊ അതുപോലെയാണ് ഇപ്പൊ ഇതും സംഭവിച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് അറിയത്തില്ല, ബന്ധുക്കൾ തന്നെ ആദ്യമേ പറഞ്ഞത് അവർക്ക് സംശയമുണ്ട്, അവർ ഈ ഭാഗത്തൊക്കെ തെരഞ്ഞതാണ്, പക്ഷെ അപ്പോഴൊന്നും അവിടെ ഒന്നും ബോഡി കണ്ടില്ല, പിന്നീട് ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് കൊണ്ടിട്ടതായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അവരുടെ സംശയമാണ് അതൊക്കെ. കാരണം അവർ ഓൾറെഡി നോക്കിയ സ്ഥലമാണ് അവിടെ അന്നേരം ഇല്ലാത്ത ബോഡി പിന്നീട് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഒരു ദുരൂഹത. എന്തായാലും എല്ലാത്തിനും ഉള്ള സാധ്യതയുണ്ട്. ആ കുട്ടി അവിടെ വന്ന് എത്തി നോക്കി താഴോട്ട് നോക്കിയ സമയത്ത് കാൽ തട്ടി അങ്ങനെ വീഴാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ അല്ലാതെ ആരെങ്കിലും കിഡ്നാപ്പ് ചെയ്തിട്ട് പിന്നീട് കേസൊക്കെ ഭയങ്കരമായിട്ട് ഇതായപ്പോഴത്തേക്കും അവിടെ കൊണ്ടിട്ടതും ആവാം. എന്തായാലും നമുക്കറിയത്തില്ല. പക്ഷേ ഇതിലൊക്കെ ഉള്ളൊരു പ്രധാന ഘടകം എന്ന് പറയുന്നത് നമ്മുടെ ശ്രദ്ധയാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ നമ്മൾ എവിടെ വിട്ടാലും, ഇപ്പം ടൂറിനെന്നല്ല എവിടെയായാലും നമ്മൾ അവരിലൊരു ശ്രദ്ധ നമുക്ക് എപ്പോഴും വേണം. കാരണം അവരെന്ത് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ പോകരുതെന്ന് പറയുന്നത്, പ്രത്യേകിച്ച് ഈ കുട്ടി അല്പം തീരെ കുഞ്ഞല്ല, അത്യാവശ്യം മുതിർന്നൊരു കുട്ടിയാണ്. എന്നിട്ട് പോലും നമ്മൾ പോകരുതെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ആ കുട്ടി പോവാൻ തോന്നി എന്നുണ്ടെങ്കിൽ അപ്പോൾ കൊച്ചുങ്ങളുടെയൊക്കെ ഒരു മനസ്സ് നമ്മൾ നോക്കണം. അവർക്ക് കുറച്ച് എടുത്തുകെട്ടം കൂടുതലായിരിക്കും. അപ്പോൾ അവരെ നമ്മൾ അത്രത്തോളം കെയർ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതൊക്കെയാണ് അവസ്ഥ. എന്തായാലും അവരുടെ മാതാപിതാക്കളുടെയൊക്കെ അവസ്ഥ ഭയങ്കര കഷ്ടമായിപ്പോയി. ഇനിയിപ്പം സ്കൂൾ തുറക്കുന്നു, അവരുടെ പുതിയ ഡ്രസ്സ് എടുക്കുന്നു, അത്തരം എന്തോ അല്ല. ഇനിയിപ്പോൾ ആ കുട്ടിയുടെ കേസ് ആ ദേവനന്ദയുടെ കേസ് പോലെ ആവാതിരുന്നത്. കാരണം ആ കുട്ടിയുടെ കേസ് അന്നത് ഭയങ്കര ദുരൂഹമായിട്ടൊക്കെ ആ ഒരു സമയത്ത് പറഞ്ഞെങ്കിലും പിന്നീട് അതിനൊരു
അനക്കം ഉണ്ടായിട്ടില്ല. നമ്മളാരും അതിൻ്റെ തുടർ അന്വേഷണത്തിൻ്റെയോ ഒന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല. അപ്പം അതുപോലെ ആയി പോവാതെ കറക്റ്റായിട്ട് അന്വേഷിച്ച് ഇതിനൊരു കറക്റ്റ് നിഗമനത്തിൽ ഇതെങ്കിലും എത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.